ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ കാലിപ്പർ. നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഘടന എന്താണെന്ന്? നമ്മുടെ ബ്രെയിൻ രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ്. ബ്രെയിനിൻ്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. തലച്ചോറിലെ മുഴുവൻ നാഡീകോശങ്ങൾ എടുത്താൽ അവയിൽ ഏകദേശം 100 ബില്യൺ വരുന്നവ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറുന്നവയാണ്. നമ്മുടെ നാഡീകോശത്തിൻ്റെ ഈ പ്രവർത്തനം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും പലതരത്തിലുള്ള പരിശീലനത്തിലൂടെയും വികസിക്കുന്നവയാണ്. നമ്മുടെ ബ്രെയിൻ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും വേദനയും സന്തോഷവും പോലെയുള്ള ഫീലിങ്സ് നമ്മളെ അനുഭവിക്കാനും സഹായിക്കുന്നു. ബ്രെയിൻ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ആയാൽ നിങ്ങൾ സംസാരിക്കുന്നതും നടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമായ തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പഠിക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ് എങ്ങനെയാണ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? സ്പൈനൽ കോഡിലൂടെയുള്ള സിഗ്നൽ ട്രാൻസ്മിഷൻ പ്രോസസ്സ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും ന്യൂക്ലിയസ് ഉള്ള ഒരു കോശ ശരീരമുണ്ട്. നാഡീകോശങ്ങളുടെ ശരീരത്തിൽ ഡെൻഡ്രൈറ്റുകൾ എന്നറിയപ്പെടുന്ന നേർത്ത ബ്രാഞ്ചസും ആക്സോൺ എന്നറിയപ്പെടുന്ന നീളമുള്ള ഒരു ഭാഗവുമുണ്ട്. ബ്രെയിനിലെ ആക്സോണുകൾ 1 മില്ലിമീറ്ററിലും ചെറുതാണ്, എന്നാൽ സുഷുമ്നാ നാഡിയിൽ അവ 1 മീറ്റർ വരെ നീളമുള്ളവയാണ്. ഒരു രാസപദാർത്ഥം ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനിലൂടെ ആക്സോണിൻ്റെ അറ്റത്തുള്ള സിനാപ്സുകൾ പുറത്തുവിടുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നറിയപ്പെടുന്ന ഈ രാസവസ്തു മറ്റൊരു നാഡീകോശത്തിൻ്റെ ഡെൻഡ്രൈറ്റുകളിലേക്ക് പ്രവേശിക്കുകയും സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സ്പൈനൽ കോഡിലൂടെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഗൈസ്, ഒരറിവും ചെറുതല്ല. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.